ഹായ് ട്രേഡേഴ്സ്, ഗ്രീൻ ആരോസ് ട്രേഡിംഗ് അക്കാദമിയുടെ മാർക്കറ്റ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിനനുസരിച്ച് ട്രേഡ് ചെയ്ത ആൾക്കാർക്കൊക്കെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നമ്മൾ പ്രഡിക്റ്റ് ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലായിരുന്നു എന്നുള്ളതാണ്. ബിയർഷ് എൻഗൾഫിംഗ് ക്യാൻഡിലായിരുന്നു. മാർക്കറ്റ് ക്യാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്താൽ താഴെ വരും അല്ലെങ്കിൽ താഴെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെറിയ പുൾ ബാക്ക് തന്നിട്ട് എന്ത് ചെയ്തു? മാർക്കറ്റ് ഒരു 2% അടുത്താണ് മാർക്കറ്റ് ഇടിഞ്ഞു വന്നത്. അതിനുശേഷം അത് പുൾ ബാക്ക് ഒരു റിട്രേസ്മെന്റ് എടുത്തിട്ട് എന്ത് ചെയ്തു? 0.89% ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു മാർക്കറ്റ് ആയിരുന്നു എന്നുള്ളതാണ്. നിഫ്റ്റി, ബാങ്ക്, നിഫ്റ്റി 50 ഇത് രണ്ടും താഴെ വന്നിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി 50 ആണ് മാർക്കറ്റിനെ മുകൾ സൈഡിൽ അല്ലെങ്കിൽ മേൽഭാഗത്ത് ഹോൾഡ് ചെയ്യുന്നത്. നിഫ്റ്റി, ബാങ്ക് താഴെ തന്നെയാണ്. നിഫ്റ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ട്രേഡുകൾ കോൾ സൈഡിലേക്ക് മേലേക്കുള്ള ട്രേഡുകൾ മാത്രം പ്ലാൻ ചെയ്യാം. നിഫ്റ്റി, ബാങ്കിലാണെങ്കിൽ താഴേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ട്രേഡ് കിട്ടി എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഡെയിലി ക്യാൻഡിൽ നിഫ്റ്റി 50 ക്ലോസ് ചെയ്തത് ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിലാണ്. ഡോജി ടൈപ്പ് ക്യാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഏത് സൈഡിലേക്കാണോ ബ്രേക്ക് ചെയ്ത് ആ സൈഡിലേക്ക് ട്രേഡ് എടുക്കാം എന്നുള്ളതൊക്കെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ നാളെ നിഫ്റ്റിയിൽ കോൾ സൈഡിലേക്ക് ട്രേഡ് എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് തന്നെ 24,505 മുകളിൽ എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്ത് വീണ്ടും അവിടുന്ന് എന്ത് ചെയ്യണം? റീടെസ്റ്റ് ചെയ്ത് പോയാൽ മാത്രമാണ് 24,505 മുകളിൽ എന്ത് ചെയ്യുന്നത്? ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. അത് തന്നെ ടാർഗറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് 24,585, 24,676, 24,822 എന്നുള്ള ലെവലുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടാർഗറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിഫ്റ്റിയിൽ മുകളിലേക്കും അതേപോലെ 24,309 താഴെ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? താഴേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇതിനിടയിലുള്ള മാർക്കറ്റ് 24,309ന്റെയും 24,505ന്റെയും ഇടയിലുള്ള മാർക്കറ്റ് ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇതിനകത്ത് ഒരു ഓപ്ഷൻ ബയർക്ക് ട്രേഡൊന്നും കാണുന്നില്ല. ഒരു ഓപ്ഷൻ സെല്ലർക്ക് അനുകൂലമായിട്ടുള്ള മാർക്കറ്റ് ആയിരിക്കും എന്തുണ്ടാവുക ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. നാളെ നിഫ്റ്റി 50യുടെ എക്സ്പയറി കൂടെയാണ്. അപ്പോൾ ഓപ്ഷൻ സെല്ലർക്ക് അനുകൂലമായിട്ടുള്ള മാർക്കറ്റ് ആയിരിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നിഫ്റ്റി ബാങ്കിലാണെങ്കിൽ, നിഫ്റ്റി ബാങ്കിൽ ട്രേഡ് എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ 51,000 താഴെ 51,000 താഴെ വന്നാൽ മാത്രമായിരിക്കും എന്തുണ്ടാവുക? താഴേക്കുള്ള ട്രേഡുകൾ ഉണ്ടായിരിക്കാം. മുകളിലേക്ക് എന്തായാലും ഇപ്പോഴും ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. മുകളിലേക്ക് ട്രേഡുകൾ 51,000 മുകളിലും അല്ലെങ്കിൽ 51,800 മുകളിൽ ഒരു ട്രെൻഡ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മൾ നിഫ്റ്റി ബാങ്കിൽ മുകളിലുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇന്നത്തെ മാർക്കറ്റിൽ നോക്കിയാൽ HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, SBI, കൊട്ടാക്ക്, ഇൻഡസ് തുടങ്ങി മേജർ എല്ലാ ബാങ്കുകളും എന്തായിരുന്നു? നെഗറ്റീവ് ആയിരുന്നു. അതിൽ സാധാരണ കേസിൽ മറ്റുള്ള ബാങ്കുകൾ HDFC, ICICI വരുന്ന സമയത്ത് കൊട്ടാക് ബാങ്ക് ആണ് ഓപ്പോസിറ്റ് പോകാറുള്ളത്. ഇന്ന് ഏകദേശം എല്ലാ ബാങ്കുകളും എന്തുണ്ട്? 1% അടുത്ത് ഡൗൺ സൈഡ് ആണ്. അപ്പൊ സ്റ്റോക്കുകളിലും എന്തുണ്ട്? ജ്വല്ലറി സ്റ്റോക്കുകൾ, അങ്ങനത്തെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രമാണ് എന്ത് ചെയ്തത്? നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. ഇന്നലെ നിഫ്റ്റി 50യിൽ തന്നെ ITC ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇന്നലത്തെ മൂവ്മെന്റിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇന്നും റിലയൻസ് നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യിൽ കോൾ സൈഡിലേക്ക് ട്രേഡ് കിട്ടിയാലും നിഫ്റ്റി ബാങ്കിൽ 51,000 താഴെ ട്രേഡ് വന്ന നിഫ്റ്റി ബാങ്കിലും ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. മുകളിലേക്കുള്ള ട്രേഡ് വലിയ ഡിസ്റ്റൻസിലാണ് എന്നുള്ളതാണ്. ഒരു വലിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, നിഫ്റ്റി ബാങ്കിൽ ഒരു വലിയ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ മുകളിൽ 51,800 മുകളിൽ റീടെസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം? 52,430 വരെയൊക്കെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം. അതല്ല ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ 50,800, 50,600, 50,400, 50,000 എന്നുള്ള ലെവലുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നിഫ്റ്റി ബാങ്ക് കുറച്ച് കൺസോൾട്ടേഷൻ ആയിരുന്നു. ആ കൺസോൾട്ടേഷൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാർക്കറ്റ് അനാലിസിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.